മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 10-ാമത്തെ വാക്യം. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന് കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ. മന്ന മാത്രമല്ല തരുന്നത്, അനുഗ്രഹത്തെ വാതിൽ തുറന്ന് പകരും. ഒരാമ്യം വരുന്നില്ല. ഇന്ന് ഈ പ്രയർ തീരുന്നതിന് മുമ്പ് നിന്റെ മേൽ അനുഗ്രഹം പെയ്തിറങ്ങുന്ന ഒരു വാതിൽ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ തുറക്കട്ടെ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ആഗ്രഹിക്കുന്ന നിന്റെ നിന്ന മാറുന്ന മന്ന പൊഴിയുക മാത്രമല്ല, നിന്നെ അപമാനിച്ചവരുടെ നടുവിൽ നിന്റെ ശിരസിന്മേൽ സ്ഥലം പോരാതെ വരുവോളം കൃപ 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 കൃപ. എവിടൊക്കെയോ അനുഗ്രഹത്തിന്റെ പകർച്ച നടക്കുന്നു. ആരുടെയൊക്കെയോ ശിരസില് ചിലര് നിന്നെ നോക്കി അത്ഭുതപ്പെടാൻ പോവാ. നീ എങ്ങനെ ഇങ്ങനായത്? യേശുവിനെ കാട്ടിക്കളന്ന ദാവീദ് എങ്ങനെ രാജാവായത്? ഓ, യേശുവിന്റെ നാമത്തില് നിന്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ നീ ആശ്ചര്യമാകാൻ പോവുക. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അനിൽ ബ്രദർ പാട്ടുപാടി, ആരും ആത്മാവിലായില്ല. പക്ഷെ ഒരാൾ മാത്രം കിടന്ന് തുള്ളിച്ചാടുന്നു. അപ്പൊ ചോദ്യം, പാസ്റ്റർ അനിലിന്റെ പാട്ട് നിന്നെ സ്പർശിച്ചോ? അല്ല. പിന്നെ തുള്ളിച്ചാടാൻ കാര്യം എന്താ? അനിപ്പാസ്റ്ററും അനിലും അറിയാത്ത ഒരു അനുഗ്രഹം ഇവിടെ ശിരസ വീണിട്ടുണ്ട്. അത് ഓർത്തപ്പോൾ അവള് തുള്ളിച്ചാടിയേ. കേട്ടോ, മിണ്ടുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഒന്നുമില്ലായ്മയുടെ കാലം ഉണ്ട്. സമൃദ്ധി നിൽക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കണം. സത്യം. എന്നെ എങ്ങനെ 100 രൂപ വണ്ടിക്കൂലി ഇല്ലാതെ നീ വഴിയെ കൂടെ നടന്നപ്പോഴും ജീസസ് 100 രൂപ തരണേന്ന് പ്രാർത്ഥിച്ച നിന്റെ പേഴ്സില് 100ന്റെ 200 രൂപ താളിരുന്നിട്ടും നിനക്ക് ഇപ്പോഴും പ്രാർത്ഥനാ വിഷയ. ഓർത്തോണം, നിന്നെ നടത്തിയ വഴി മറക്കരുത്. യേശുവിന്റെ നാമത്തില് ദൈവം നിനക്ക് ചിലതൊക്കെ കൽപ്പിച്ചു തുറക്കാൻ പോവാ. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ബൈബിളില് ഒത്തിരി ദൂതുകൾ നിങ്ങളോട് പറയാനുണ്ട്. സ്തോത്രം. അപ്പം മന്ന മാത്രമല്ല, എന്തോ കൂടെ പൊഴിഞ്ഞു. എന്തോ അനുഗ്രഹം പകരാൻ തുടങ്ങി. വിശ്വാസമുണ്ടോ? ഇന്ന് അനുഗ്രഹം സ്ഥലം പോരാതെ വരുവോളം തമ്പുരാൻ വാതിൽ തുറന്നാൽ എങ്ങനാ സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? അടുത്തിരിക്കുന്ന ആളോട് അങ്ങനെ അനുഗ്രഹം വേണോന്ന് ചോദിച്ചേ. അങ്ങനെ അനുഗ്രഹം വേണോ? സ്ഥലം പോരാതെ വരുവോളം. Glory to God. നിന്റെ അരാജകത്വത്തിനൊക്കെ തമ്പുരാൻ ഫുൾ സ്റ്റോപ്പ് ഇടുക. സ്ഥലം പോരാതെ വരുവോളം. ഇത് ദൈവം കൽപ്പിച്ചാൽ തുറക്കും. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിലെ കിളിവാതിൽ തുറന്നു, മന്ന പൊഴിയാൻ തുടങ്ങി. ഓ, യേശുവിന്റെ നാമത്തില് ഇന്ന് ഈ ദൂത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും പറയണം, തമ്പുരാൻ എനിക്ക് വേണ്ടി ചിലതൊക്കെ കൽപ്പിക്കാൻ പോവാ. ദൈവം എനിക്ക് വേണ്ടി ചിലതൊക്കെ കൽപ്പിക്കാൻ പോവാ. അപ്പൊ ചോദ്യം, ദൈവം കൽപ്പിച്ചാൽ ഒരു ഗുണവും ചെയ്യാത്ത കാക്ക, ഇന്ന് വരെ കാക്ക, ഞാൻ ചുമ്മാ ചോദിക്കും, എന്നോട് പിണങ്ങരുത്, തത്തയെ കൂട്ടിലിട്ട് വളർത്തും. ഏതെങ്കിലും വീട്ടിൽ കാക്കയെ കൂട്ടിലിട്ട് വളർത്തും. അങ്ങനെ വളർത്തിയാൽ പുള്ളിയെ പേരൂക്കട വരെ ഒന്ന് കൊണ്ടുപോകണം. വേണ്ടായോ? നെല്ലിക്കാത്തളം വെക്കണം. കാരണം കാക്കയെ കൊണ്ട് ഒരു ഗുണവുമില്ല. തത്ത വളർത്തിയാൽ തത്തമ്മ പൂച്ചയെന്നേലും കാണാനേലും ഭംഗിയുണ്ട്. പക്ഷെ ദൈവം പറയുക, ഒരു ഗുണവും ഇല്ലാത്തവനെ നിനക്ക് വേണ്ടി ഞാൻ കൽപ്പിച്ചേക്കുവാ. ഓ, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. എനിക്കെന്തോ ദൈവം ബോധ്യം തരിക, നിന്റെ വീടിന്റെ രക്ഷയ്ക്കായി മാത്രം, നിന്റെ പേഴ്സണൽ ആവശ്യത്തിനായി മാത്രം തമ്പുരാൻ ചിലതിനോട് കൽപ്പിക്കാൻ പോവുക.
നിന്റെ സന്തതി സ്തുതിക്കണേ, സ്തുതിച്ചോണം. ഇതിനകത്ത് അസാധാരണ ദൈവപ്രഭ. യെസ്, യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ചോദ്യേ, ദൈവം കൽപ്പിച്ചാൽ കാക്ക ആർക്കും കൊടുക്കാത്ത അപ്പോ ഇറച്ചി നിനക്ക് കൊടുത്തരും. ഒരു ദിവസമാണോ? പറ, 2 ദിവസമാണോ? ഈ ചിലർ യോഗത്തിന് വേണം തുള്ളിച്ചാട്ടതിന്റെ രഹസ്യം എന്നാന്നറിയോ? അവരെ പോറ്റുന്ന വഴി വ്യത്യസ്ത വഴിയാ. ഓ ഹല്ലേലൂയ. ചിലരൊക്കെ ഇതിനകത്തിരുന്ന കൃപ അനുഭവിക്കുന്നുണ്ട്. ആരെയും പോറ്റുന്ന പോലെ അല്ല നിന്നെ പോറ്റുന്നേ. നിന്നെ പോറ്റുന്ന വ്യത്യസ്ത അളവിലാണ്. നിന്റെ രക്തബന്ധങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ദൈവം നിന്നെ പോറ്റി പുലർത്താൻ പോവുക.